ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലും പി എസ് സിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിൽ വാർത്തകളും LGSൻ്റെ കട്ട് ഓഫുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 40 തസ്തികകളിൽ PSC വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാം PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേഡിൻ്റെ കട്ട് ഓഫാണ് നോക്കുന്നത്. മികവുറ്റ ചോദ്യങ്ങളാണ്. മത്സര നിലവാരം ഉയർത്തി. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകളിലെ LGS തസ്തികകളിലേക്ക് നവംബർ 30 PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നവയായിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ അറിവും വിശകലന പാഠവും പൊതുധാരണകളും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ടു എന്നതായിരുന്നു ചോദ്യങ്ങളുടെ സവിശേഷത. പാഠപുസ്തകങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു കൂടുതൽ ചോദ്യങ്ങളെങ്കിലും ഉദ്യോഗാർത്ഥികളെ ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങളും കടന്നു വന്ന് പരീക്ഷയെ കൂടുതൽ മത്സരാത്മകമാക്കി. ചോദ്യങ്ങളും ഉത്തരസൂചികളും പൊതുവെ പിശകില്ലാത്തവയായിരുന്നു. പരീക്ഷ നടന്ന ജില്ലകളിലെ മത്സര സ്വഭാവവും ചോദ്യങ്ങളുടെ നിലവാരവും കണക്കിലെടുക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് വിവിധ ജില്ലകളിൽ 68 മുതൽ 78 വരെ റേഞ്ചിലുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ 80 മാർക്ക് വരെ തീണ്ടുന്നവരുടെ എണ്ണം കൂടുതലാവാൻ സാധ്യതയുണ്ട്. പൊതുജനാരോഗ്യം, സയൻസും നിർണായകമാകും. പൊതുജനാരോഗ്യം, ജനറൽ സയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ മത്സരക്ഷമതയുള്ള ചോദ്യങ്ങൾ വന്നത്. ഈ ഭാഗത്തു നിന്ന് കൂടുതൽ ശരിയുത്തരം എഴുതാൻ സാധിച്ചവർക്ക് പരീക്ഷയിൽ മേൽക്കൈ ലഭിക്കും. കറണ്ട് അഫയേഴ്സിലെ 5 ചോദ്യങ്ങൾക്ക് വരെ സയൻസ് ഭാഗത്ത് ചേർന്നവയായിരുന്നു. ആപ്ലിക്കേഷൻ സ്വഭാവമുള്ള ചില ചോദ്യങ്ങളും ഈ ഭാഗത്തുണ്ടായി. എന്നാൽ ഉത്തരസൂചികൾ ആശയക്കുഴപ്പമില്ലാതെ നൽകിയിരുന്നതിനാൽ നന്നായി തയ്യാറെടുത്തവർക്ക് ഉത്തരം എഴുതാൻ ക്ലേശിക്കേണ്ടി വരില്ല. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യങ്ങൾ ആവർത്തിച്ചു. നവംബർ 23 നടന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിച്ച 3 ചോദ്യങ്ങൾ അതേപടി തന്നെ ഈ പരീക്ഷയ്ക്കും ആവർത്തിച്ചു. കേരള സർക്കാരിൻ്റെ ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടി ഏത് എന്ന ചോദ്യം ഈ പരീക്ഷയ്ക്കും വന്നു. ഇതേ പരീക്ഷയ്ക്കും വന്ന അയിരുകളും ധാതുക്കളെയും സംബന്ധിക്കുന്ന ചോദ്യം നവംബർ 30 പരീക്ഷയ്ക്കും വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെന്ന ചോദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വേറിട്ട ചോദ്യങ്ങൾ: ദേശീയ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏത്? കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? വിനാഗിരി, ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? ഇതൊക്കെയായിരുന്നു വ്യത്യസ്തമായ ചോദ്യങ്ങൾ. 68 മുതൽ 78 വരെയാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 80 മാർക്ക് നേടുന്നവരുടെ എണ്ണം കൂടുതലാവാൻ സാധ്യതയുണ്ടെന്നാണ് പ്രഡിക്ഷൻ. അടുത്തത് 38 കാറ്റഗറിയിൽ PSC വിജ്ഞാപനമുണ്ട്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ, ടെക്നിക്കൽ സൂപ്രണ്ട്. ഇതിൻ്റെ PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ചുമ്മാ ഇങ്ങനെ വായിച്ചു പോയിട്ട് പ്രത്യേകിച്ച് കഥകളില്ലാത്തതുകൊണ്ടാണ്. മാർക്കറ്റിംഗ് മാനേജർ, ഫയർമാൻ, അസിസ്റ്റൻ്റ്, ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 3, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, ലൈൻമാൻ, വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2, ക്ലർക്ക്. അതേപോലെ തന്നെ NCA വിജ്ഞാപനവും ഒരുപാടെണ്ണമുണ്ട്. ഇപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ആർമി ഓർഡിനൻസ് കോറിൽ 723 ഒഴിവുണ്ട്. കേന്ദ്ര സർവകലാശാലയിൽ 82 അവസരം. സർവകലാശാലകളിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. വ്യോമസേനയിൽ 336 ഓഫീസറുണ്ട്. ബെല്ലിൽ 80 എഞ്ചിനീയർ, ജൂനിയർ അസിസ്റ്റൻറ്റ്. NTPCയിൽ 50 അസിസ്റ്റൻറ്റ് ഓഫീസറുണ്ട്. അതേപോലെ തന്നെ സഹകരണ സംഘം ബാങ്കുകളിൽ 291 അവസരമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാമാണ്. ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അപേക്ഷിക്കാൻ. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ 264 ഒഴിവ്. സെക്രട്ടറി 3, അസിസ്റ്റൻറ്റ് സെക്രട്ടറി 15, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 1, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 7, ടൈപ്പിസ്റ്റ് 1. ഇത്രയും വേക്കൻസിയാണുള്ളത്. 25/11/2024 അപേക്ഷ. വിജ്ഞാപന തീയതി 25/11. വിജ്ഞാപനം പുറത്തിറക്കിയത് 25/11/2024. അവസാന തീയതി 10/1/2025. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ഫീസ് അടച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനും. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ PDF അവിടെ അപ്ലോഡ് ചെയ്തേക്കാം. ജൂനിയർ ക്ലർക്കാണ്, ക്യാഷ്യറാണ്. 264 വേക്കൻസി ഉണ്ട്. അതിന് BCom ആണ് യോഗ്യത. BCom, HDC, BM. ഇത് വിശദ വിവരങ്ങൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.